السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, സൂറത്തു ഫുർഖാനിലൂടെ 15 ആയത്തുകളിൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ 12 വിശേഷണങ്ങൾ പറയുന്നുണ്ട്. ആ 12 വിശേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 ദുആയും പ്രതിപാദിക്കുന്നുണ്ട്. ഈ ആയത്തുകൾ നമുക്കോതി ആ 12 വിശേഷണങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു പറയാൻ, സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു പറയാൻ, ഈ ഒരു ആയത്തിലെ 2 വിശേഷണങ്ങളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. വഇബാദുർ റഹ്മാൻ, അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമകളെന്ന് പറയുന്നത് അല്ലദീന, ഒരു വിഭാഗം ആളുകളാണ്. യംശൂന, അവർ നടക്കും, അലൽ അർളി ഹൗന, അവർ ഭൂമിയിൽ നടക്കുന്നത് വിനയത്തോടുകൂടെയായിരിക്കുമെന്ന് അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു പറയാൻ. പ്രിയമുള്ളവരെ, ചില ആളുകളെ കണ്ടാൽ നമുക്കറിയാം, അവർ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ താഴ്മയോടെയായിരിക്കും അവർ നടക്കുന്നത്. അവർക്ക് അഹങ്കാരമോ പൊങ്ങച്ചമോ ഒന്നും അവർക്കുണ്ടാവില്ല. പ്രവാചകർ അങ്ങനെ നടക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മഹാനായ മഖ്ഹൂൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ മുഅ്മിനൂന ഹയ്യിനൂന ലയ്യിനൂൻ, വളരെ ലളിതവും സരളവുമായ മുഅ്മിനീങ്ങൾ കൽ ജമലിൽ ആനിഫി ഇൻ ഖീദൻ ഖാദ വ ഇൻ ഉനീഹ അലാ സഖ്റത്തി സ്നിലാഹ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വളരെ ലളിതവും സരളവുമായ മുഅ്മിനീങ്ങൾ ഒരു ഒട്ടകം പോലെയാണ്. യജമാനൻ അതിനെ മുട്ടുകുത്തിച്ചു കഴിഞ്ഞാൽ അത് അനുസരണയോടുകൂടെ മുട്ടുകുത്തും. അതുപോലെ തന്നെ അതൊരു പാറയുടെ മുകളിലാണ് അതിനെ മുട്ടുകുത്തുന്നതെങ്കിൽ അവിടെയും മുട്ടുകുത്തുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അഥവാ ഒരൊട്ടകം യജമാനനെ പറഞ്ഞതുപോലെ അനുസരിക്കുന്നതാണ്. അതുപോലെയാണ് ഒരു മുഅ്മിൻ. ആ മുഅ്മിൻ അല്ലാഹു എന്താണോ പറഞ്ഞത് അതുപോലെ അവൻ അനുസരിച്ച് ജീവിക്കുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അല്ലാഹുവിൻ്റെ മുമ്പിൽ അവൻ വിനയാന്വിതനായിരിക്കും. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, സമിഅ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ തവാദഅ ലില്ലാഹി റഫഅഹു, ആരെങ്കിലും അള്ളാഹുവിനെ തായ്മ കാണിച്ച് വിനയത്തോടുകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ റഫഅഹു, അള്ളാഹു അവനെ ഉയർത്തുന്നതാണ്. ഫഹുവ ഫീ നഫ്സിഹി സഗീർ, അവൻ സ്വയം വിചാരിക്കുന്നത് ചെറുതാണ് എന്നാണ്. എന്നാൽ വഫീ അഅ്യുനിന്നാസി അലീമുൻ, അവൻ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയവനാണ്, മഹത്വമുള്ളവനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ. വമൻ തകബ്ബറ വലഅഹുല്ലാഹ്, ആരെങ്കിലും ഇവിടെ കിബ്ർ കാണിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെതിരെ കിബ്ർ കാണിച്ചാൽ, അള്ളാഹുവിനെ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആളുകളുടെ മുമ്പിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ, വലഅഹുല്ലാഹ്, അള്ളാഹുവിനെ താഴ്ത്തിക്കളയുന്നതാണ്. മാത്രവുമല്ല, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഫഹുവ ഫീ അഅ്യുനിന്നാസി സഗീറുൻ, ജനങ്ങളുടെ കണ്ണിൽ അവന് ഏറ്റവും ബലഹീനനാണ്, അഹങ്കരിക്കുന്നവനാണ്, ഏറ്റവും നീചനാണ്. വഫീ നഫ്സിഹി കബീറുൻ, എന്നാൽ അവന് സ്വയം വിചാരിക്കുന്നത് അവൻ വലിയവനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല അടിമകൾ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് താഴ്മയോടുകൂടെ ജീവിക്കുന്നവരാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് പറയാൻ. രണ്ടാമത് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന, വിവരമില്ലാത്തവർ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഖാലു, അവർ പറയും, സലാമ, അവർ പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് നിന്നോട് സംസാരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ ഒഴിഞ്ഞു മാറുമെന്ന്
അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാണ്, യഥാർത്ഥ മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. ഇത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. കാരണം ചിലപ്പോൾ ഉണ്ടാകും എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി വിവരമില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഗീബത്തും നമീമത്തും ഒക്കെ വിളിച്ചു പറയുന്ന എത്രയോ കൂട്ടുകാരുണ്ടാവും. അവരുടെ മുമ്പിൽ പെട്ടെന്ന് നമ്മൾക്ക് ഊരിപ്പോകാൻ പറ്റില്ല. ആ സമയത്ത് ഹിക്മത്ത്, അവൻ്റെ ഹിക്മത്തിലൂടെ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അത് യഥാർത്ഥ മുഅ്മിനാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. നമ്മൾ പറയാറുണ്ട്, അയാൾക്ക് ഉരുളക്ക് ഉപ്പേരി പോലെ ഞാൻ മറുപടി കൊടുത്തു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്നത് അങ്ങനെയുള്ളവരോട് സംസാരിക്കില്ല, പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. കാരണം ചിലപ്പോൾ നമ്മൾ പറയുന്നത് എന്തെങ്കിലും തെറിയായിരിക്കും, അല്ലെങ്കിൽ നീ നിൻ്റെ പുരക്കാരോട് പോയി പറയുന്നൊക്കെ പറയുന്നതായിരിക്കും. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഹിക്മത്തിലൂടെ അവൻ ഒഴിഞ്ഞു മാറും. അവൻ യഥാർത്ഥ മുഅ്മിനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അള്ളാഹിൻ്റെ പ്രവാചകർ പറയാണ്, കാദല ഹലീമു അൻ യകൂന നബിയ്യ. വിവരമില്ലാത്തവൻ്റെ കുത്തുവാക്ക് കേട്ട് ഒന്നും തിരിച്ചു പറയാതെ നാം ക്ഷമിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ഒരു നബിയുടെ പദവി ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. മൂന്നാമത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, ഒരു സത്യവിശ്വാസിയുടെ യഥാർത്ഥ സവിശേഷതകളെക്കുറിച്ച് പറയുന്നിടത്ത് മൂന്നാമത് പറയാണ്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. വല്ലദീന ഒരു വിഭാഗം ആളുകളാണ്, യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവർ അള്ളാഹുവിന് വേണ്ടി രാത്രിയിൽ സുജൂദിലായിരിക്കും, അതേപോലെ തന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരായിരിക്കും, അഥവാ തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. രാത്രിയിലെ ഇബാദത്ത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം ആ സമയം അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അവനും പടച്ചവനും മാത്രമാണ് അറിയുക, മറ്റൊരാളും അറിയുന്നില്ല. ആ സമയത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പ്രതിഫലമൊക്കെ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിവരിച്ചതാണ്, അതുകൊണ്ട് ഇവിടെ വിവരിക്കുന്നില്ല. തഹജ്ജുദ് നിസ്കാരത്തിൽ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ 100 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, ഒരു ഖുർആനിലെ ഒരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ 10 ഹസനത്താണ് നമ്മൾക്ക് ലഭിക്കുക. അത് നിസ്കാരത്തിൽ ഓതിക്കഴിഞ്ഞാൽ 100 ഇരട്ടി കൂലിയാണ് നമ്മൾക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നാം ആ തഹജ്ജുദ് നിസ്കാരത്തിൽ ഖുർആൻ പതിവാക്കുക. സാധാരണ യാസീൻ സൂറത്ത് നിസ്കാരമല്ലാത്ത സമയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ 20 ഖത്തം തീർത്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം രാത്രി തഹജ്ജുദ് നിസ്കാരത്തിൽ ഈ യാസീൻ സൂറത്ത് നാം ഓതിക്കഴിഞ്ഞാൽ 100 × 20 കൂട്ടിക്കഴിഞ്ഞാൽ ഗുണിച്ചു കഴിഞ്ഞാൽ 2000 ഖത്തം തീർത്തതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് യാസീൻ സൂറത്ത് തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യാസീൻ സൂറത്ത് നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിൽ പതിവാക്കുക. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു മുബീൻ വരെയെങ്കിലും നമ്മൾ ഓതേണ്ടതാണ്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരത്തിൽ യാസീൻ സൂറത്ത് നാം പതിവാക്കുക. നാലാമത് അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു പറയാൻ, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. ഒരു വിഭാഗം ആളുകളാണവർ, യഖൂലൂന, അവർ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ദുആ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ എന്നുള്ള ആ ദുആ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുന്നതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിൻ്റെ അദാബിനെ തൊട്ട് നീ എന്നെ കാക്കണേ എന്ന അർത്ഥം വരുന്ന ആ ഒരു ദുആ അള്ളാഹുവിന് നിരന്തരമായി അവൻ ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ ഒരു സത്യവിശ്വാസിയുടെ ക്വാളിറ്റിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അഞ്ചാമത്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇദാ അൻഫഖൂ, അവർ ചെലവഴിക്കുകയാണെങ്കിൽ, അവരെന്തെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ, അവരുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ, ലം യുസ്രിഫു, അവർ എന്ത് ചെയ്യുകയില്ല, ദൂർത്ത് കാണിക്കുകയില്ല. അതേപോലെ തന്നെ വലം യഖ്തുറു, എന്നാൽ ദൂർത്ത് കാണിക്കുകയില്ല എന്ന് മാത്രമല്ല, വലം യഖ്തുറു, പിശുക്ക് കാണിക്കുകയും ചെയ്യില്ല. തീരെ വാങ്ങാതെ ഒന്നും വീട്ടിലുള്ള ആളുകൾക്ക്, ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കാതെ നിൽക്കുകയും ചെയ്യില്ല. മറിച്ച് വകാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിൻ്റെയും ഇടയിലുള്ള മിതമായ മാർഗമാണ് അവർ സ്വീകരിക്കുക.
അതാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. ആറാമതും ഏഴാമത്തെയും എട്ടാമത്തെയും സവിശേഷത ഒരായത്തിലൂടെ അള്ളാഹു പറയാൻ. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമ. യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് ലാ യദ്ഊന മഅല്ലാഹ്, അള്ളാഹുവിനോടുകൂടെ പങ്കു ചേർക്കുകയില്ല, ഇലാഹൻ ആഖറ, മറ്റൊരു ഇലാഹിനെയും പങ്കു ചേർക്കുകയില്ല. അവർ പൂജയ്ക്ക് വേണ്ടി പോവില്ല, മറ്റുള്ള അമ്പലങ്ങളിൽ പോവുകയില്ല, മറ്റുള്ള സിഹർ ചെയ്യുകയില്ല, അങ്ങനത്തെ ഒന്നും ചെയ്യുകയില്ല. അള്ളാഹു ഏകനായ അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നതാണ്. അതേപോലെ തന്നെ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു ഹറാമാക്കിയതായ ഒരു ശരീരത്തെയും അവർ വധിക്കുകയില്ല, അഥവാ മറ്റൊരുത്തൻ്റെ ശരീരത്തെ അപഹരിക്കുകയില്ല, മറ്റൊരുത്തൻ്റെ മാനത്തെ അപഹരിക്കുകയില്ല, മറ്റൊരുത്തനെക്കുറിച്ച് ഗീബത്ത് പറയൂല. അതേപോലെ വലാ യസ്നൂന, അവന് വ്യഭിചരിക്കുകയില്ല. വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമ, ആരെങ്കിലും ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ യൽഖാ അസാമ, അവൻ അതിൻ്റെ അനന്തരഫലം അനുഭവിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. ഒൻപതാമത്തെയും പത്താമത്തെയും സവിശേഷതകൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ, വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരും അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്തുകൂടെ പോവുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് കടന്നു പോകുന്നവരുമാണവർ. അവർ എന്തെങ്കിലും ആളുകൾ സംസാരിക്കുന്ന അടുക്കൽ വേണ്ടാത്ത വർത്തമാനങ്ങൾ, വേണ്ടാത്തത് കാണുന്നിടക്കലൂടെ പോയി കഴിഞ്ഞാൽ മാന്യമായി സംസാരിക്കാതെ, അവരോടൊന്നും സംസാരിക്കാത്ത മാന്യമായി പോകുന്നവരാണ് അവർ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. അതേപോലെ തന്നെ 11 അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാന. അള്ളാഹുവിൻ്റെ ഖുർആൻ കേട്ടാൽ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു ആയത്ത് കേട്ട് കഴിഞ്ഞാൽ അത് സസൂക്ഷ്മം വീക്ഷിക്കുന്നവരാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. അവസാനത്തത് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ യഖൂലുന, അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കും. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് നൽകണേ, മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ, നമ്മുടെ ഭാര്യമാരിൽ നിന്ന്, നമ്മുടെ ഇണകളിൽ നിന്ന്, അതേപോലെ നമ്മുടെ മക്കളിൽ നിന്ന്, ഖുർറത അഅ്യുനിൻ, കൺകുളിർമയുള്ള മക്കളും കൺകുളിർമയുള്ള ഭർത്താവും കൺകുളിർമയുള്ള ഭാര്യയും നൽകണമേ എന്ന് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അള്ളാഹുവേ നീ ഞങ്ങളെ തഖ്വയുള്ളവരാക്കണമേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ. പ്രിയമുള്ളവരെ, ഇങ്ങനെ സത്യവിശ്വാസിയുടെ മുഖച്ഛായ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന 12 വിശേഷണങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ സവിശേഷതകളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.